നമ്മളപ്പം അരിത്തമെറ്റിക് പൈപ്പ് ലൈൻ വരെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ പൈപ്പ് ലൈനകത്ത് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞുകൂടി ഒന്ന് പറഞ്ഞു പോയായിരുന്നു. ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻ സൈക്കിളിനെ പല സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്ത് പൈപ്പ് ലൈൻ ടെക്നിക്ക് യൂസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നമ്മുടെ ഇൻസ്ട്രക്ഷന് പല ഫേസുകളുണ്ട്. ആ സൈക്കിളിനകത്ത് പല ഫേസുകളുണ്ട്. ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഡീകോഡ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, അങ്ങനെ പല പല ഫേസുകളിൽ കൂടെ കടന്നു പോയിട്ടാണ് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ആവുന്നത്. അപ്പൊ ഈ ഓരോ ഫേസുകളെ നമ്മൾ പല പല സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്ത് അവയെ കൺകറന്റ് ആയിട്ട് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുന്നതെന്നാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനകത്തൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. പൈപ്പ് ലൈൻ പ്രോസസിംഗ് ക്യാൻ ഒക്വയർ നോട്ട് ഓൺലി ഇൻ ദ ഡാറ്റ സ്ട്രീം ബട്ട് ഇൻ ദ ഇൻസ്ട്രക്ഷൻ സ്ട്രീം ആസ് വെൽ ആസ്. അപ്പോൾ ഡാറ്റ സ്ട്രീമും ഇൻസ്ട്രക്ഷൻ സ്ട്രീമും എന്താണെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. അപ്പോൾ ഡേറ്റയ്ക്കകത്തെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമ്മൾ പൈപ്പ് ലൈൻ യൂസ് ചെയ്യുന്നത്, അല്ലാതെ എന്തിനും കൂടെ നമ്മൾ യൂസ് ചെയ്യും, ആ ഡേറ്റനെ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷനകത്ത് കൂടി നമ്മൾ പൈപ്പ് ലൈൻ എന്ന് പറയുന്ന ടെക്നിക്ക് അപ്ലൈ ചെയ്യും. മോസ്റ്റ് ഓഫ് ദ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് വിത്ത് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻസ് require instruction pipeline to carry out operations like fetch, decode and execute instructions. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് സ്റ്റെപ്പ് കൂടെ കടന്നു പോകണം. അപ്പൊ ആ സ്റ്റെപ്പുകളാണ് ഈ താഴെ തന്നിരിക്കുന്നത്. മെയിൻ ആയിട്ടും 6 സ്റ്റെപ്പുകളിൽ കൂടെ കടന്നു പോയിട്ടാണ് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ആവുന്നത്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഫെച്ച് ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി, രണ്ടാമത്തേത് ഡീകോഡ് ദ ഇൻസ്ട്രക്ഷൻ, മൂന്നാമത്തേത് calculate the effective address, നാലാമത്തത് fetch the operands from memory, അഞ്ചാമത്തെ execute the instruction, ആറാമത്തത് store the result in the proper place. ഇപ്പൊ ഇങ്ങനെയുള്ള 6 സ്റ്റെപ്പുകളിൽ കൂടെ കടന്നു പോയിട്ടാണ് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ആവുന്നത്. അപ്പൊ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് എന്താണ്? fetch instruction from memory. CPU എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ഏതാണെന്ന് മെമ്മറിയിൽ നിന്നും ലോഡ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ റീഡ് ചെയ്യുന്നതാണ് ഒന്നാമത്തെ സെക്ഷൻ. രണ്ടാമത്തെ ഡീകോഡ് ദ ഇൻസ്ട്രക്ഷൻ. നമുക്ക് CPU എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പാകത്തിന് ആ ഇൻസ്ട്രക്ഷനെ മാറ്റിയെടുക്കുക, ഡീകോഡ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാലോ കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് അഡ്രസ്. അതിനകത്ത് ഓപ്പറാൻസുകൾ കാണും, അതായത് ഡേറ്റ കാണും. ഡേറ്റയ്ക്കകത്ത് നമുക്ക് വാല്യൂസ് ഒക്കെ കൊടുക്കണം. അപ്പൊ അത് എവിടെ മെമ്മറിക്കകത്ത് എവിടെയാണ് കിടക്കുന്നതെന്നൊക്കെ ഉള്ള അഡ്രസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റകളുടെ ഒക്കെ അഡ്രസ് അല്ലെങ്കിൽ ഓപ്പറാൻസിന്റെ അഡ്രസ് കണ്ടുപിടിക്കുക. നാലാമത്തെ സ്റ്റെപ്പ് ഫെച്ച് ദ ഓപ്പറാൻസ് ഫ്രം മെമ്മറി. നമ്മളിപ്പോ അഡ്രസ് കണ്ടുപിടിച്ചു ഓപ്പറാൻസിന്റെ, ഇനി എന്ത് ചെയ്യണം? മെമ്മറിക്കകത്ത് നിന്ന് ആ ഡേറ്റനെ നമ്മൾ ലോഡ് ചെയ്യണം അല്ലെങ്കിൽ റീഡ് ചെയ്യണം. അതിനുശേഷം അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട് ദ ഇൻസ്ട്രക്ഷൻ. അപ്പൊ ഇൻസ്ട്രക്ഷൻ എന്താണോ, ഇപ്പൊ ആഡ് എ കോമ ബി എന്നാണെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യണം? എക്സിക്യൂട്ട് ചെയ്യണം. എയും ബിയും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ എയും ബി എന്നും പറയുന്നതാണ് ഓപ്പറാൻസ്. നമ്മൾ അതിന്റെ വാല്യൂ എല്ലാം റീഡ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ആറാമത്തെ സ്റ്റെപ്പിനകത്തോ സ്റ്റോർ ദ റിസൾട്ട് ഇൻ ദ പ്രോപ്പർ പ്ലേസ്. അപ്പൊ എയും ബിയും എന്ന് പറയുന്ന രണ്ട് ഓപ്പറാൻസ് തമ്മിൽ ആഡ് ചെയ്തൊരു റിസൾട്ട് കിട്ടുമല്ലോ, അതിനെ കൊണ്ട് എവിടെ സ്റ്റോർ ചെയ്യണം? നമ്മുടെ മെമ്മറിക്കകത്ത് കൊണ്ട് സ്റ്റോർ ചെയ്യുകയും കൂടെ വേണം. അപ്പൊ ഇത്രയും സ്റ്റെപ്പുകളിൽ കൂടെ കടന്നു പോയിട്ടാണ് ഒരു ഇൻസ്ട്രക്ഷൻ CPU എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഈ 6 സ്റ്റെപ്പുകളെ നമ്മൾ പല സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്ത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നാണ് പൈപ്പ് ലൈനകത്ത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. Each step is executed in a particular segment and there are times when different segments may take different times to operate on the incoming information. ഓരോ സ്റ്റെപ്പുകളും നമ്മൾ ഓരോ സെഗ്മെന്റുകളിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ചില സെഗ്മെന്റുകൾക്കകത്ത് ഒന്നിലധികം സ്റ്റെപ്പുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തായിരിക്കും ചില സെഗ്മെന്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സെഗ്മെന്റിന്റെ ഇൻഫർമേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അടുത്ത സെഗ്മെന്റുകൾ നിൽക്കുന്നത്. Moreover, there are times when 2 or more segments may require memory access at the same time, causing one segment to wait until another is finished with the memory. അപ്പം നമ്മൾ ഒരൊറ്റ മെമ്മറി ലൊക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, മെമ്മറി ലൊക്കേഷൻ അല്ല, ഒരൊറ്റ മെമ്മറിയാണ് നമ്മൾ ഈ സെഗ്മെന്റുകളെല്ലാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ വരുമ്പോൾ ഒരു സെഗ്മെന്റ്, ഒന്നിലധികം സെഗ്മെന്റുകൾ ഒരേ സമയത്ത് തന്നെ മെമ്മറിനെ ആക്സസ് ചെയ്യുമ്പോൾ ഒരു സെഗ്മെന്റ് മറ്റൊരു സെഗ്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാണ് പറയുന്നത്. അതായത് ഒരൊറ്റ മെമ്മറിയാണ് നമ്മൾ സെഗ്മെന്റുകൾ മൊത്തം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒന്നിലധികം സെഗ്മെന്റുകൾക്ക് ഒരേ മെമ്മറി ലൊക്കേഷൻ ഒക്കെ ചിലപ്പോൾ ആക്സസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം?
ഒന്നാമതായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സെഗ്മെന്റ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ രണ്ടാമത്തെ സെഗ്മെന്റ് വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. The organization of an instruction pipeline will be more efficient if the instruction cycle is divided into segments of equal duration. One of the most common examples of this type of organization is a 4-segment instruction pipeline. അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻ സൈക്കിളിനെ പൈപ്പ്ലൈൻ എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുന്നത് ആ സൈക്കിളിനെ ഈക്വൽ പാർട്സ് ആയിട്ടുള്ള സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിനകത്തുള്ള ഒരു എക്സാമ്പിൾ ആണ് 4-segment ഇൻസ്ട്രക്ഷൻ പൈപ്പ്ലൈൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ 6 സ്റ്റെപ്പുകള് 4 സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്ത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നാണ് 4-segment ഇൻസ്ട്രക്ഷൻ പൈപ്പ്ലൈനകത്ത് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഡയഗ്രാം നോക്കുക. ഇത് നമ്മുടെ 4-segmentന്റെ ഒരു എക്സാമ്പിൾ ആണ്. നമുക്ക് ആദ്യമേ സെഗ്മെന്റുകൾ 4 ഏതാന്നൊക്കെ പഠിക്കാം, അതിനുശേഷം ഈ ഫിഗറിലോട്ട് വരാം. അപ്പോൾ ഒന്നാമത്തെ സെഗ്മെന്റ്, the instruction fetch segment can be implemented using first in first out buffer. അപ്പോൾ ഒന്നാമത്തെ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെച്ച് സെഗ്മെന്റ്. ഫെച്ച് ഇൻസ്ട്രക്ഷൻ എന്നുള്ളതാണ് ഒന്നാമത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത്. മെമ്മറിയിൽ നിന്നും ഇൻസ്ട്രക്ഷനെ ലോഡ് ചെയ്യുക അല്ലെങ്കിൽ റീഡ് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആണ് ഒന്നാമത്തെ എന്ന് പറഞ്ഞാല്. രണ്ടാമത്തത്, the instruction fetched from memory is decoded in the second segment and eventually the effective address is calculated in a separate arithmetic circuit. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഡീകോഡ് ഇൻസ്ട്രക്ഷൻ. ഡീകോഡ് ഇൻസ്ട്രക്ഷൻ ആൻഡ് കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് അഡ്രസ് ഓഫ് ഓപ്പറാൻഡ്. ഏതാണ് രണ്ടാമത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത്? ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യുക, ആ കൂടെ തന്നെ ഓപ്പറാൻഡിന്റെ എഫക്റ്റീവ് അഡ്രസ്സും കൂടെ ഫൈൻഡ് ചെയ്യുക. അടുത്താണ് മൂന്നാമത്തെ സെഗ്മെന്റ്. ആൻ ഓപ്പറാൻഡ് ഫ്രം മെമ്മറി ഈസ് ഫെച്ച്ഡ് ഇൻ ദ തേർഡ് സെഗ്മെന്റ്. മൂന്നാമത്തെ സെഗ്മെന്റിനകത്താണ് എന്ത് ചെയ്യുന്നത്? ഓപ്പറാൻഡിനെ ഫെച്ച് ചെയ്യുക. ഫെച്ച് ഓപ്പറാൻഡ് എന്നുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ സെഗ്മെന്റ്. നാലാമത്തെ സെഗ്മെന്റ്, ദ ഇൻസ്ട്രക്ഷൻസ് ആർ ഫൈനലി എക്സിക്യൂട്ടഡ് ഇൻ ദ ലാസ്റ്റ് സെഗ്മെന്റ് ഓഫ് ദ പൈപ്പ്ലൈൻ ഓർഗനൈസേഷൻ. അപ്പൊ എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻസ് ആണ് നാലാമത്തെ സെഗ്മെന്റ്. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി എളുപ്പത്തിന് ഒന്നാമത്തെ സെഗ്മെന്റ് എന്ന് പറഞ്ഞാല് ഫെച്ച് ഇൻസ്ട്രക്ഷൻ. ഫെച്ച് ഇൻസ്ട്രക്ഷൻ ആണ് ഒന്നാമത്തെ സെഗ്മെന്റ്. രണ്ടാമത്തെ സെഗ്മെന്റ് എന്ന് പറഞ്ഞാലോ ഡീകോഡ് ഇൻസ്ട്രക്ഷൻ ആൻഡ് കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് അഡ്രസ്. ഡീകോഡ് ഇൻസ്ട്രക്ഷൻ ആൻഡ് കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് അഡ്രസ്. മൂന്നാമത്തെ സെഗ്മെന്റ് എന്ന് പറഞ്ഞാല് ഫെച്ച് ഓപ്പറാൻഡ്. ഫെച്ച് ഓപ്പറാൻഡ്. നാലാമത്തെ എന്ന് പറഞ്ഞാല് എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ. എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ എന്നുള്ളതാണ് നാലാമത്തെ സെഗ്മെന്റ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ 6 സ്റ്റെപ്പുകളെ 4 സെഗ്മെന്റുകളായിട്ട് ചുരുക്കി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് ഡയഗ്രാം നോക്കാം. അതിന്റെ വർക്കിംഗ് ആണ് തന്നിരിക്കുന്നത്. ആദ്യമേ നോക്കിക്കേ, ഒന്നാമത്തെ സെഗ്മെന്റ് എന്ന് പറഞ്ഞായിരുന്നു ഫെച്ച് ഇൻസ്ട്രക്ഷൻ ആണ്. മെമ്മറിയിൽ നിന്നും ഇൻസ്ട്രക്ഷനെ റീഡ് ചെയ്യുന്നതാണ് ഒന്നാമത്തെ സെഗ്മെന്റ്. ഇനി റീഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സെഗ്മെന്റ് എന്താണ്? ഡീകോഡ് ദ ഇൻസ്ട്രക്ഷൻ ആൻഡ് കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് അഡ്രസ്. നമ്മുടെ ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്ത് അതിനുശേഷം ഓപ്പറാൻഡിന്റെ എഫക്റ്റീവ് അഡ്രസ് കണ്ടുപിടിക്കുക. ആ കൂടെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? ആ ഇൻസ്ട്രക്ഷനകത്ത് ബ്രാഞ്ചുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അതായത് നോർമൽ ആയിട്ടുള്ള സീക്വൻഷ്യൽ എക്സിക്യൂഷൻ അല്ലാതെ ബ്രാഞ്ചുകൾ, അതായത് ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് ചിലപ്പോൾ 10ാമത്തെ കോഡിലോട്ടാണ് പോകേണ്ടത്, അല്ലെങ്കിൽ 5ാമത്തെ കോഡിലോട്ടാണ് പോകേണ്ടത്, അങ്ങനെ ജമ്പിങ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള പൈപ്പ് ലൈനിന്റെ എക്സിക്യൂഷനെ അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ ബ്രാഞ്ച് തൊട്ടായിരിക്കും പിന്നെ പൈപ്പ് ലൈനിന്റെ എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഇനി അങ്ങനെ ബ്രാഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? അപ്ഡേറ്റ് PC, നമ്മുടെ പ്രോഗ്രാം കൺട്രോളറിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം MD പൈപ്പ് എന്ന് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ആ ബ്രാഞ്ചിനകത്തുള്ള ഇൻസ്ട്രക്ഷൻ ആയിരിക്കും വീണ്ടും ഫെച്ച് തൊട്ട് എക്സിക്യൂട്ട് ചെയ്ത് വരുന്നത്. ഇനി ബ്രാഞ്ച് ഇല്ലാന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെഗ്മെന്റ് 3 പോകുന്നു. മൂന്നാമത്തെ സെഗ്മെന്റ് എന്താണ്? ഫെച്ച് ഓപ്പറാൻഡ്. ഫെച്ച് ഓപ്പറാൻഡ് എന്നുള്ളതാണ് മൂന്നാമത്തെ സെഗ്മെന്റ്. മെമ്മറിയിൽ നിന്നും നമ്മൾ കണ്ടുപിടിച്ച എഫക്റ്റീവ് അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറാൻഡിനെ നമ്മൾ മെമ്മറിയിൽ നിന്നും ഫെച്ച് ചെയ്തെടുക്കുന്നു അല്ലെങ്കിൽ റീഡ് ചെയ്തെടുക്കുന്നു. ഇനി അങ്ങനെ റീഡ് ചെയ്തെടുത്തു. അതിനുശേഷമാണ് നാലാമത്തെ സെഗ്മെന്റ് വരുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ റൺ ചെയ്യിപ്പിക്കുക.
അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ആ ഓപ്പറാൻഡിന്റെ വാല്യൂവും ഇൻസ്ട്രക്ഷന്റെ കോഡ് എന്താണോ അതും കൂടെ ചേർത്ത് വെച്ച് അവിടെയുള്ള ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി ഈ ബ്രാഞ്ചിങ് കൂടാതെ മറ്റെന്തെങ്കിലും ഒരു ഇന്ററപ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്ററപ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? പി സിയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുക, വീണ്ടും 1 തൊട്ട് എക്സിക്യൂട്ട് ചെയ്യുക. ഇന്ററപ്റ്റ് വന്നിട്ടില്ലെങ്കിലോ വീണ്ടും അടുത്ത ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുക, ഡീകോഡ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെ ആ ഫ്ലോയെ പോകുന്നു. ഇനി താഴെ തന്നിരിക്കുന്നത് നമ്മുടെ പൈപ്പ് ലൈനിന്റെ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിന്റെ ടൈമിംഗ് ഡയഗ്രമാണ് തന്നിരിക്കുന്നത്. നിങ്ങൾ പഠിക്കേണ്ടതാണ് കേട്ടോ. നേരത്തെ തന്നിരിക്കുന്ന ഡയഗ്രാം പഠിക്കണം, ഈ ടൈമിംഗ് ഡയഗ്രാം കൊണ്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നതാണ് ഈ 4 സെഗ്മെന്റുകളാക്കി തന്നിരിക്കുന്നത്. ഫെച്ച് ഇൻസ്ട്രക്ഷൻ, ഡീകോഡ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഫൈൻഡ് ദ എഫക്റ്റീവ് അഡ്രസ്, ഫെച്ച് ഓപ്പറാൻഡ്, എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ. അപ്പൊ ഇതാണ് 4 സെഗ്മെന്റുകൾ. നമ്മുടെ ഇൻസ്ട്രക്ഷനകത്ത് സ്റ്റെപ്പുകളാണ് ഈ തന്നിരിക്കുന്നത്. ഇനി ഇൻസ്ട്രക്ഷനകത്തെ ഓരോ ഇൻസ്ട്രക്ഷന്റെ എണ്ണങ്ങളാണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ, രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് ഇൻസ്ട്രക്ഷന്റെ എണ്ണമാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഒന്നാമത്തെ ഒരു സെക്കൻഡ് സമയത്തിനകത്ത് ഒന്നാമത്തെ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നു, ഡീകോഡ് ചെയ്യുന്നു, ഓപ്പറാൻഡിനെ ഫെച്ച് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ ഇൻസ്ട്രക്ഷനെ രണ്ടാമത്തെ സ്റ്റെപ്പില് എന്ത് ചെയ്യുന്നു? ഫെച്ച് ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പിലോ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഒന്നാമത്തെ ഇൻസ്ട്രക്ഷനകത്ത് ഓപ്പറാൻഡിനെ ഫെച്ച് ചെയ്യുകയും കൂടെ ചെയ്യുന്നു. ഇനി 4ാമത്തെ സ്റ്റെപ്പിനകത്ത് നോക്കിയേ, ഒന്നാമത്തെ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, ആ കൂടെ തന്നെ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷന് വേണ്ട ഓപ്പറാൻഡിനെ ഫെച്ച് ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഒന്നിലധികം സെഗ്മെന്റുകൾ കൺകറന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യം കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഒന്നിലധികം സെഗ്മെന്റുകൾ കൺകറന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ കൊടുത്തിരിക്കുന്നത് എന്തെങ്കിലും ബ്രാഞ്ച് സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഇന്ററപ്റ്റോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈപ്പ് ലൈനിന്റെ ഫ്ലോ ഇന്ററപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഡാഷ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ടൈമിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത്. നിങ്ങൾ അത് പഠിച്ചിരിക്കുക. ഇനി പൈപ്പ് ലൈൻ കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതായത് നമ്മൾ പൈപ്പ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടീസ് ആണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. മെയിൻ ആയിട്ട് 3 എണ്ണമാണ് ഉള്ളത്. റിസോഴ്സ് കോൺഫ്ലിക്റ്റും, ഡേറ്റ ഡിപ്പെൻഡൻസി കോൺഫ്ലിക്റ്റും, അതുപോലെ തന്നെ ബ്രാഞ്ച് ഡിഫിക്കൽറ്റിയും. റിസോഴ്സ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം സെഗ്മെന്റുകൾ സെയിം ടൈമിൽ തന്നെ മെമ്മറിനെ ആക്സസ് ചെയ്യുന്നതാണ് റിസോഴ്സ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഓരോ സെഗ്മെന്റുകൾക്കും അല്ലെങ്കിൽ ഓരോ ഇൻസ്ട്രക്ഷനും നമ്മൾ സെപ്പറേറ്റ് മെമ്മറീസ് യൂസ് ചെയ്താൽ ഈ ഒരു പ്രോബ്ലത്തെ നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്താണ് ഡേറ്റ ഡിപ്പെൻഡൻസി കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ആവണം രണ്ടാമത്തെ ഇൻസ്ട്രക്ഷന് വേണ്ടത്. അങ്ങനെ വിചാരിക്കുക. ഒന്നാമത്തെ റിസൾട്ട് രണ്ടാമത്തേന് വേണം, അല്ലെങ്കിൽ ഒന്നാമത്തെ സെഗ്മെന്റിന്റെ റിസൾട്ട് നമുക്ക് രണ്ടാമത്തെ സെഗ്മെന്റിന് വേണമെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തേന് റിസൾട്ട് കിട്ടിയിട്ടുമില്ല, രണ്ടാമത്തേന് എക്സിക്യൂട്ട് ചെയ്യുകയും വേണം. അപ്പൊ അവിടെ ഒരു വെയിറ്റിംഗ് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തിന് പറയുന്ന പേരാണ് ഡേറ്റ ഡിപ്പെൻഡൻസി കോൺഫ്ലിക്ട്സ്. അതായത് പ്രീവിയസ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷന്റെ റിസൾട്ടിനെ ഫോളോയിങ് ആയിട്ട് വരുന്ന ഇൻസ്ട്രക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡേറ്റ ഡിപ്പെൻഡൻസി കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ബ്രാഞ്ച് ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്നത്. അതായത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ബ്രാഞ്ചിങ് വരികയാണെങ്കിൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള പൈപ്പ് ലൈനിന്റെ ഫ്ലോയിനെ അത് ഡിസ്റ്റർബ് ചെയ്യും. അപ്പൊ അതാണ് ബ്രാഞ്ച് ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ പൈപ്പ് ലൈൻ, ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനും അതിനോട് കൂടിയുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇതോടുകൂടി നമ്മുടെ പൈപ്പ് ലൈനിന്റെ 2 ക്ലാസിഫിക്കേഷൻസ്, അരിത്തമെറ്റിക്കും ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് നിങ്ങൾ ഡയഗ്രാം കൂട്ടി തന്നെ പഠിക്കും.